എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് കറിയാണ്. കറിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 300 ഗ്രാം ഉരുളക്കിഴങ്ങാണ്. ആദ്യം ഉരുളക്കിഴങ്ങ് തൊലി ചെത്തി അല്പം വലിപ്പത്തിൽ മുറിച്ച് ഒരു പാത്രത്തിലെ വെള്ളത്തിലിടുക. ഇനി ഒരു പ്രഷർ കുക്കർ എടുത്ത് ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 3 വെളുത്തുള്ളി അല്ലി ചതച്ചത്, ഇത് രണ്ടും കൂടിയിട്ട് ഏതാനും സെക്കൻഡ് മൂപ്പിക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില, 4 പച്ചമുളക് കീറിയത്, 2 മീഡിയം സവാള സ്ലൈസായിട്ട് അരിഞ്ഞത്, ഇത്രയും ഇട്ട് നന്നായിട്ട് വഴറ്റുക. സവാളയുടെ നിറം മാറാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ഇട്ട് മസാലയുടെ പച്ചമണം മാറാൻ 1 മിനിറ്റ് വഴറ്റുക. അതിലേക്ക് ഒരു മീഡിയം തക്കാളി അരിഞ്ഞത് ചേർത്ത് ഇളക്കി തക്കാളി വെന്ത് സോഫ്റ്റ് ആകാൻ 2 മിനിറ്റ് വഴറ്റുക. അതിലേക്ക് ഉരുളക്കിഴങ്ങ് വെള്ളമില്ലാതെ ഇട്ട് നന്നായിട്ട് ഇളക്കി 5 മിനിറ്റ് വഴറ്റുക. അതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കലക്കി കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. കുക്കർ നന്നായി തണുക്കുമ്പോൾ തുറന്ന് ഗ്യാസ് ഓൺ ചെയ്ത് നന്നായിട്ട് ഇളക്കുക. കറിക്ക് ചാറ് കൂടുതലാണെങ്കിൽ 1 മിനിറ്റ് കൂടി തിളപ്പിക്കുക. ചാറ് കുറവാണെങ്കിൽ അല്പം കൂടി ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുക. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി കടുക് താളിക്കാനായി ഒരു പാത്രം ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ചൂടാക്കി ഗ്യാസ് ഓഫ് ചെയ്ത് കറിയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.